The police entered the apartment by force, breaking in the door, and the found victim dead in the apartment. The police said that according to the postmortem report... നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ലീവ് എടുത്ത് ചിക്കൻ കുനിയായെന്നും പറഞ്ഞ് നാട്ടിലോട്ട് പോകാനിരിക്കുമായിരുന്നു ഞാൻ. എന്റെ സമയദോഷം, ലീവ് കിട്ടിയില്ല. അപ്പൊ ഞാൻ നിന്റെ കൂടെ ഉള്ളത് നിനക്ക് ശല്യമാണെന്ന് നീ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണല്ലേ? ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടല്ലടാ പറഞ്ഞത്, ഡയറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. ഇനി ഞാൻ നിന്നോട് എങ്ങനെയാ പറയേണ്ടത്? നീ പഴയതുപോലെ തന്നെയാടാ. പോടാ, അതിന് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? എന്താ, വർഷം തോറും ലീവ് എടുത്ത് വന്നിട്ട് എന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടന്ന് ആവശ്യമില്ലാതെ എന്റെ ജോലിയിലെല്ലാം കയറി ഇടപെട്ട് SI പോസ്റ്റ് കഴിഞ്ഞ് ഇൻസ്പെക്ടർ ആകാൻ പോകുന്ന ആ സമയം നോക്കി വീണ്ടും നീ എന്നെ SI പോസ്റ്റിലേക്ക് പറഞ്ഞു വിടും. ഈ ലീവിനെങ്കിലും നിനക്ക് വീട്ടുകാരുടെ കൂടെ ഒന്ന് കറങ്ങാൻ പോക്കൂടെ? അതല്ലടാ, എൻ്റെ അച്ഛനും അമ്മയും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുക, നീ രാവിലെ പുറത്ത് പോയിട്ട് രാത്രി തിരിച്ചു വന്നാൽ മതിയെന്ന്. വീട്ടിൽ തന്നെ ഇരുന്നാൽ ഞാൻ ചീത്തയാവുമെന്ന്. എന്തോ, ഇത് അന്താരാഷ്ട്ര കള്ളവല്ലേടാ? ശരി, വിട്ട് കളയടാ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും, നിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. ഓക്കെ? എന്താ പരിപാടി? ഏതോ ടൂർണമെന്റ് നടക്കുക, അതിന്റെ സെക്യൂരിറ്റി ആയിട്ട് വന്നതാ. സെക്യൂരിറ്റി പക്കാ ഹേന, ID കാ നഹി ഹേ തോ അന്തർ മുഖ് ചോടന. എടാ അളിയാ, മുഴുവൻ ലേഡീസാ ഇവിടെ കേട്ടോ, അതും ബോംബേക്കാരികള്. മനസ്സിൽ എന്ത് തോന്നിയാലും കുഴപ്പമില്ല, പുറത്ത് കാണിച്ചേക്കല്ലേ. ഇത്രയും മസിൽ വേണ്ട. അല്ലടാ, ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അതെല്ലാം വേണ്ടെന്ന് വെച്ചടാ. അതെ, ആ പെണ്ണ് ഒരു നാണം കുടുങ്ങിയ. അത് മാത്രമല്ല, ആ പെണ്ണ് വളരെ സോഫ്റ്റ്. ഈ പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ല. ഇതുപോലുള്ളൊരു പെണ്ണിനെയല്ലേ നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നേ? ഞാൻ കണ്ടത് ഈ പെണ്ണ് തന്നെയാണ്. പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇവൻ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നേ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞവളെ ഇപ്പൊ ഇഷ്ടമാണെന്ന് പറയുന്നു. എവിടെയോ കിടന്ന് കാലൊടിഞ്ഞ ഒരു പോലീസ് നായെ പിടിച്ചോണ്ട് വന്ന് എന്നെ പാട്ടിലാക്കാൻ ശ്രമിക്കുക. അവളൊരു പെണ്ണാണോന്നല്ലേ ഇവൻ ആദ്യം ചോദിച്ചത്. അച്ഛാ, ഇവന്റെ വാക്ക് കേട്ട് നമുക്കായിരിക്കും വട്ടുപിടിക്കുക. ഇനി അവരോട് പോയി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. നീ ആ പെണ്ണിനെ അങ്ങ് മറന്നേക്കും. എന്താ കളിയാക്കുവാണോ അവൻ? അന്ന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞതല്ലേ ഇപ്പൊ ഇഷ്ടമാണെന്ന്? അവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇഷ്ടമല്ലാന്ന് പറയും. സമ്മതാണോ? ഇത് നോക്ക്, ഒരു ചെറുക്കൻ പ്രപ്പോസ് ചെയ്താ ഫസ്റ്റ് ഐ ലവ് യു ടു എന്ന് പറഞ്ഞ് ലവ് ചെയ്ത് നോക്കണം. പിന്നീട് ഇത് വേണ്ടെന്ന് തോന്നിയാ അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കണം. പക്ഷെ റിജക്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ ആലോചിക്കണം. എടി, ബോഡി ഷേപ്പൊക്കെ ഉള്ളിടത്തോളം കാലം ഇവന്മാരൊക്കെ പുറകെ നടക്കൂ. കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ അമ്മമാരെ പോലെ നമ്മളും തടിച്ചു വീർക്കും. പെണ്ണുങ്ങൾ വേണ്ടാന്ന് വിചാരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും സ്വന്തം അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ജിമ്മിൽ പോയി എല്ലാം കറക്റ്റാ. നാട്ടിലും പോകാനും പറ്റിയില്ല. ഒരു മലയാളിയെ പോലെ തോന്നുന്നുണ്ടല്ലോ. ഒരു ഹായ് പറഞ്ഞു നോക്കിയാലോ? ഞാൻ വേണ്ടെന്ന് വെച്ചത് ഇവന്. എന്റെ സമയം ശരിയല്ല. ഒരാഴ്ച പോണോന്ന് വിചാരിച്ചതാ, അന്ന് നടന്നില്ല. വീട്ടുകാരെയൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? ആ വിചാരം വല്ല നിനക്കുണ്ടോ? എന്നാ നീ കാണിക്കുന്നത്? ഇവൻ എന്താ ഈ കാണിക്കുന്നത്?
അതാണല്ലേ കാര്യം. ഡേ, ഇറങ്ങ്. ഇറങ്ങ്. എന്താ ചെയ്യാൻ പോണേ? ഇവനെ ഞാനിന്ന് ശരിയാക്കും. എന്താ എന്താ എടാ, നീ ഇപ്പൊ എന്തിനാ എനിക്ക് കിസ് തന്നെ? ഞാനോ? ഞാൻ എന്റെ കണ്ണാടിയിലല്ലേ കിസ് ചെയ്തത്. ഇത് എന്റെ കണ്ണാടിയല്ലേ, എനിക്ക് എന്ത് വേണേലും ചെയ്യാലോ. കണ്ണാടി നിന്റേതാ, പക്ഷേ അതിൽ കണ്ട മുഖം എന്റേതാ. വണ്ടി സർക്കാരിന്റെ അല്ലേ? ഹലോ, എന്റെ കണ്ണാടി ഞാൻ കിസ് ചെയ്യും, കൊഞ്ചിക്കും, ഉടയ്ക്കും ഞാൻ. അതല്ല എന്റെ ഇഷ്ടം. നീ മാത്രല്ലടാ ഉടയ്ക്കുന്നേ, ഞാൻ ഉടച്ചു കാണിക്കാം. അയ്യോ, ഇത് നട റോഡാന്ന് എത്ര അറിയില്ലേ? ധൈര്യം ഉണ്ടായിട്ടാ റോഡിൽ വെച്ച് കിസ് തന്നെ? നീക്കൊരു പോലീസാണോ? ഹരിച്ചക്ക് പോലെ ശരി, മതി, മതി, ഞങ്ങളെ വിട്ടേക്ക്. വന്നേ. വനിതാ കമ്മീഷന്റെ കംപ്ലൈന്റ് കൊടുത്ത് നിന്നെയൊക്കെ എടുത്ത് അകത്തിടും. Show off again, I'll kill you. കമോൺ യാർ. എന്റെ അമ്മായിമ്മക്കാട്ടിലും കഷ്ടമാണല്ലോടാ ഇത്. ബോക്സർ നിഷയെ കുറിച്ച് നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. പെണ്ണ് കാണാൻ പോയപ്പോ ആ പെണ്ണിനെ ഇഷ്ടമാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ബൈക്കിന്റെ കണ്ണാടി പൊട്ടത്തില്ലായിരുന്നു. സൂപ്പർ അല്ലേ? നമ്മളോട് സംസാരിച്ച് ബൈക്കിന്റെ താക്കോലും കൊണ്ട് പോയ കണ്ടില്ലേ? സംസാരിച്ചോണ്ടല്ലടാ, തെറി പറഞ്ഞോണ്ട്. നിങ്ങളുടെ ഈ വഴക്കിനിടയ്ക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റ് ബൈക്ക് എന്ത് തെറ്റാടാ ചെയ്ത്? चोर चोर अरे मेरा पर्स मेरे जेब में था अभी मेरा पर्स कहाँ गया अरे मेरा पर्स घबराओ मत. चोर बस में ही होगा. मैं पुलिस वाला हूँ. हम दोनों पुलिस वाले हैं. सब कुछ चेक करेंगे, पता चलते हैं. ड्राइवर, बस को रुको. कोई उतरेगा नहीं. सब कुछ चेक करेंगे. ബാലാജി, നീ ഇവിടെ ചെക്ക് ചെയ്യണം. ഞാൻ പുറകിൽ പോയി ചെക്ക് ചെയ്യാം. मेरे पास आओ. ജൽദി 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 ആവോ. एक एक करके अरे नीचे एक आओ. एक करके नीचे आइए आइए साहब एक एक करके नीचे आइए हाँ आइए. मैंने क्या किया साहब अरे भाई साहब वहाँ क्या देख रहे हो उतर जाइए अरे वो मेरा पेज साहब सुनो, मेरा ये वाला. नहीं साहब क्या साहब क्या क्या बोला भाई साहब? ठीक है तुम जाओ. ये आप अंदर जाके देखिए. सीट के नीचे देखना. बैग भी चेक करना. अरे भाई साहब चोर टाइम क्यों खराब करते हो साहब बाइक ओपन कीजिए. अरे पर्स को चोरी करके मेरा पर्स है और मेरा पर्स എടാ കള്ളൻ ഇവനാണ്. ഏയ് ജഗ, तू क्यों भाग रहे? क्यों? हाँ? क्यों भाग रहे?
We'll leave no stone unturned to solve this case. मुझे इस बात का पूरा यकीन है कि कोई पुख्ता सबूत जरूर। मैं इस तरह के आतंकवादी संगठनों को बता देना चाहता हूँ कि सिर्फ एक बस ब्लास्ट को वो अपनी जीत ना समझें। ആദ്യം അവനെ എൻക്വയറി ചെയ്യാതെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. मेरिनता का अपने इस देश की जनता के लिए मैं अपने जिस्म को तार तार करके भी इनकी रक्षा करूंगा। जिस तरह अपनी जान की बाजी लगा കണ്ടില്ലേ ശ്വാസം നിർത്താതെ സംസാരിക്കുന്നത്? എന്തോ അവൻ പിടിച്ച പോലെ. ഞാൻ ഇരിക്കേണ്ട സ്ഥലമാ അത്. നീ അത് ഇല്ലാതാക്കിയത്. ടി വിയിൽ എന്റെ തല കണ്ടെന്ന് വെച്ചോ, എന്റെ അമ്മായിയമ്മ കിടുകിടാന്ന് വിറയ്ക്കും. വീടിന്റെ അവസ്ഥ തന്നെ മാറി മറിഞ്ഞേനെ. എടാ, ഞാൻ ഇൻസ്പെക്ടർ ആയേനേന്ന്. कि जब तक मुझ जैसे जाबाज सिपाही about 18 people killed and about 26 people injured. സിറ്റി ബസിനുള്ളിൽ ബോംബ് വെക്കുക എന്നുള്ളതല്ലായിരുന്നു തീവ്രവാദികളുടെ ലക്ഷ്യമെന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും വഴി പ്രതീക്ഷിക്കാത്ത വിധം പൊട്ടിത്തെറിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന നിഗമനം. பிடிபட்ட அஜ்மல் லத்தீப்பினை போல் இன்னும் எத்தனை பேர் இருக்கிறார்கள் என்றும் அவர்களது உண்மையான திட்டம் என்ன என்பதும் தெரியாதது பெரும் அச்சத்தை விளைவிப்பதாக உள்துறை அமைச்சர் கவலை தெரிவித்தார். आतंकवादियों ने बम को दूसरी जगह ले जा रहे थे, तब विस्फोट होने की संभावना